the stage and the impossible begins to feel possible. To give you a glimpse into this fascinating journey, let's begin with a brief introduction. Mentalist Arjun Sadish, popularly known as the Psychic Wizard, is a mentalist, hypnotist, and psychological illusionist with over a decade of experience. With more than 500 stage shows across India, he is widely recognized for blending psychology, suggestion, and illusion to create mind-blowing and interactive experiences. He has appeared on popular television channels including Amrita TV, Flowers, and Maravil Manorama, captivating audiences with his extraordinary abilities. Performing in English, Malayalam, and Tamil, his shows are known for engaging audiences of all ages, leaving them amazed, intrigued, and entertained. I invite your attention to a small video presentation. Three, two, one. മോണിക്ക ഇന്ത്യയിലെ ഹോണ്ടഡ് ഡോൾസിന്റെ ലിസ്റ്റിൽ വരുന്ന ഒരു ഡോളാണ് മോണിക്ക. 2001-2002 കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ നടന്ന ഒരു ക്രൈമിനെ ബേസ് ചെയ്തു വരുന്നൊരു കഥയാണിത്. കഴിഞ്ഞൊരു പതിറ്റാണ്ടിനിടയിൽ ഇന്ത്യയിൽ നടന്ന ക്രൈംസിനെ കുറിച്ച് ഞാനൊരു പേഴ്സണൽ റിസർച്ച് ചെയ്യാനിടയായി. കൂടുതലും സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും നേരെയുള്ള അതിക്രമങ്ങളായിരുന്നു. അതിൽ പല കേസുകളും ഇന്നും തെളിയിക്കപ്പെടാതെ അവശേഷിക്കുന്നു. ഇന്ത്യയിലെ ഒരു സാധാരണ ഗ്രാമത്തിലെ പാവപ്പെട്ട ദമ്പതികൾക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചു. അവരുടെ പ്രാരാബ്ധങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കുമിടയിലും വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്ന ഒരു കുടുംബമായിരുന്നു അത്. എന്നാൽ ആ കുഞ്ഞ് വളർന്നു വരുന്തോറും ആരോടും അധികം സംസാരിക്കാതെ ഒരുപാട് സമയം ഒറ്റയ്ക്ക് തന്റെ മുറിക്കുള്ളിൽ തന്നെ ചിലവഴിക്കാൻ തുടങ്ങി. ആ കുഞ്ഞിന്റെ 10ാമത്തെ പിറന്നാളുണ്ടെന്ന് ആ കുഞ്ഞിന് ഒരു പാവ സമ്മാനമായിട്ട് കിട്ടി. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ആ കുഞ്ഞിന് ആ പാവ വളരെ പ്രിയപ്പെട്ടതായി മാറി. വർഷങ്ങൾ കടന്നുപോയി. ആ കുഞ്ഞിന്റെ 12ാമത്തെ പിറന്നാളുണ്ടെന്ന് ആ കുഞ്ഞിനെ അവളുടെ വീടിനടുത്തുള്ള കിണറിൽ നിന്നും മരിച്ച നിലയിൽ കണ്ടെത്തി. ആ മാതാപിതാക്കൾക്ക് ഇത് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു. ആ കുഞ്ഞിന്റെ ഓർമ്മയ്ക്കായിട്ട് അവളുടെ പ്രിയപ്പെട്ട പാവ അവരുടെ വീട്ടിൽ അവർ സൂക്ഷിച്ചു വെച്ചു. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ആ വീട്ടിൽ നിന്നും അസ്വാഭാവികമായിട്ടുള്ള പല സംഭവ വികാസങ്ങളും ഉണ്ടാകാൻ തുടങ്ങി. ആ പാവയുടെ പ്രസൻസ് കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന തരത്തിലുള്ള സംശയങ്ങളും കഥകളും നാട്ടിൽ പ്രചരിക്കാൻ തുടങ്ങി. ഈ കഥകൾ അറിഞ്ഞ് പല പാരാസൈക്കോളജിസ്റ്റുകളും ഇതിനെക്കുറിച്ച് പഠിക്കാനായി അവിടെ എത്താൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അവർ ആ പാവയെ അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി. 2019 നടന്ന ഓപ്ഷനിൽ കേരളത്തിൽ നിന്നും ഒരാൾ ആ പാവയെ വാങ്ങിച്ചു. എന്നാൽ ആ കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ പിന്നെയും അവശേഷിച്ചു. അവളുടെ കൊലയാളികളെ കണ്ടുപിടിക്കാൻ ആ മാതാപിതാക്കൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ആ കൊലയാളിയെ കണ്ടുപിടിക്കുന്നതുവരെ. I became curious to know the cause. I tried really hard to see the mystery behind, and my sleepless research led me to the discovery which you will get to know soon. Inside the mind beyond the possible. Please put your hands together and welcome mentalist Arjun Sadish on the stage. ഹായ് ഓക്കെ. ഐ തിങ്ക് നമുക്ക് ആ ഇൻട്രോ കംപ്ലീറ്റ്ലി ആ ഒരു എനർജി മിസ്സായല്ലേ. ഒരു തവണ കൂടി ഞാൻ ജസ്റ്റ് ഈ സൈഡിൽ നിന്ന് ഒന്നുകൂടി ഒന്ന് നടന്നു വരാം. വീഡിയോയിലും രസമായിരിക്കും. നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ സെലിബ്രിറ്റിയെ കണ്ട സന്തോഷത്തിൽ പ്രോബ്ലി ഞാനായിരിക്കും. എന്നാലും അങ്ങനത്തെ ആ ഒരു സന്തോഷത്തിൽ എല്ലാ ആൾക്കാരും ഒന്നുകൂടി നന്നായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് പോവാണ്. ചെയ്യില്ലേ, വലിയ മറ്റേ ബിൽഡപ്പ് കൊടുത്തിട്ട് വന്നാൽ ഞാൻ. ഓക്കെ, ഡൺ. താങ്ക് യു സോ മച്ച് ബെറ്റർ അല്ലേ. സോ ഹായ്, ഐ ആം അർജുൻ. എന്നെ ഇതിനു മുന്നേ സോഷ്യൽ മീഡിയയിലോ ഈ നാട്ടിലോ എവിടെയെങ്കിലും സ്ട്രീറ്റിലോ ഒക്കെ വെച്ചിട്ട് കണ്ടിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കൈ പൊക്കാവോ? അല്ല, കൈ താത്തു. ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു. ഓക്കെ, ശരി, കുഴപ്പമില്ല, എൻ്റെ ഭാഗം തെറ്റുണ്ട്. സോ ബേസിക്കലി ഐ എം എ മെന്റലിസ്റ്റ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എൻ്റെ മുന്നിലിരിക്കുന്ന മേ ബി ഒരു 200+ ആൾക്കാരുണ്ടാവാം. നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ നിങ്ങൾ ആരടുത്തും ഇതുവരെയും ഷെയർ ചെയ്തിട്ടില്ലാത്ത വളരെ ഡേർട്ടി ആയിട്ടുള്ള കുറേ സീക്രറ്റ്സ് ഉണ്ടാവും അല്ലേ. സോ അതെല്ലാം ഇന്ന് കണ്ടുപിടിച്ച് ഇല്ല ചുമ്മാ വെറുതെ പറഞ്ഞ കുറേ ആൾക്കാർ അവിടെ നിന്ന് ചിൽ. സി, നോബഡി ക്യാൻ റീഡ് മൈൻഡ്സ്
ഈവൻ ഐ കാൻ റീഡ് മൈൻഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് 45 മിനിറ്റ്സ് ഒരാൾക്ക് ശരിക്കും അങ്ങനെ ഒരു എബിലിറ്റി ഉണ്ടെങ്കിൽ അയാൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന തരത്തിലുള്ള ഡെമോൺസ്ട്രേഷൻ മേ ബി ഞാൻ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് ട്രൈ ചെയ്യാം. ഇറ്റ്സ് നോട്ട് അബൌട്ട് മീ ടുഡേ, ഇറ്റ്സ് അബൌട്ട് യു. ഇന്ന് നിങ്ങളുടെ ഡേ ആണ്, നിങ്ങളുടെ ഷോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്ന് റാൻഡമായിട്ട് ചില ആൾക്കാർ സ്റ്റേജിലേക്ക് വരുന്നുണ്ടാവും. അങ്ങനെ സ്റ്റേജിലേക്ക് റാൻഡമായിട്ട് ആൾക്കാർ വരുന്ന സമയത്ത് ബാക്കി എല്ലാ ആൾക്കാരും അവർക്ക് നല്ലൊരു കൈയടി കൊടുത്ത് അവരെ സ്റ്റേജിലേക്ക് ഇല്ലേ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. റെഡി അല്ലേ? എല്ലാവരും ചെയ്യില്ലേ? ആൻഡ് വൺ മോർ തിങ്, ഈ ഷോയിലെ എല്ലാ ഡിസിഷൻസും കംപ്ലീറ്റ്ലി നിങ്ങളായിരിക്കും എടുക്കാനായിട്ട് പോകുന്നുണ്ടാവുക. ആബ്സല്യൂട്ട്ലി ഇൻ യുവർ ഹാൻഡ്സ്. ബീങ് സെഡ് ദാറ്റ്, ഐ എം ഗോണ ത്രോ ദിസ് ടു യു. ഇൻ ഫാക്ട് നിങ്ങൾക്ക് സ്റ്റേജിൽ വരാൻ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിലും പ്ലീസ് ഹോൾഡ് ഇറ്റ്. ഓക്കെ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. എവിടേക്ക് എറിയണ്ടേ? എൻ്റെ ലെഫ്റ്റിലേക്ക് എറിയണോ റൈറ്റിലേക്ക് എറിയണോ? ഓക്കെ, ഒരുപാട് പേര് റൈറ്റ് എന്നാണ് അല്ലേ? നിങ്ങൾ കേട്ടത് റൈറ്റ് എന്നായിരിക്കാം. സോ ഐ വിൽ ഗോ വിത്ത് റൈറ്റ് ഫസ്റ്റ്. ഓക്കെ, നിങ്ങളുടെ ചോയ്സാണ്. അത് കിട്ടിയ ആൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വിൽ ബി വണ്ടർഫുൾ. ആരായിരുന്നു? ഓക്കെ, ദേർ യു ഗോ. നമ്മുടെ ഫസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് വേണ്ടി ഓക്കെ, ബ്യൂട്ടിഫുൾ. സർ ക്യാൻ യു ലുക്ക് അറ്റ് മീ? ഓക്കെ, ബിഫോർ യു കം എനിക്കൊരു കോർഡ്ലെസ് മൈക്ക് കൂടി ആവശ്യമാണ്. ഇഫ് സമൺ ക്യാൻ പാസ് മൈ കോർഡ്ലെസ് മൈക്ക് ദാറ്റ് വിൽ ബി വണ്ടർഫുൾ. സർ ഒന്ന് ഫ്രണ്ടിലേക്ക് വരാമോ? ഒന്ന് മുന്നിലേക്ക് വരാമോ? സി, വി ആർ മീറ്റിംഗ് ഫോർ ദ ഫസ്റ്റ് ടൈം അല്ലേ? ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ്. യു സീം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. ശരി, നോക്കിയേ സാർ, വരുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ പറയുന്നൊരു കാര്യമൊന്ന് നന്നായിട്ട് ശ്രദ്ധിക്കാവോ? ഓക്കെ, ഒരു കോർഡ്ലെസ് മൈക്ക് പാസ് ചെയ്യാൻ പോസിബിൾ ആണോ? സംബടി ഉണ്ടോ ഒരു കോർഡ്ലെസ്? ഓക്കെ സർ, മൈക്ക് പാസ് ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് ലുക്ക് അറ്റ് മീ. വലിയൊരു വാൾ ക്ലോക്ക് ഇമാജിൻ ചെയ്യാവോ? വലിയൊരു ക്ലോക്ക്. ഓൾറൈറ്റ്, നൗ ആ ക്ലോക്കിൽ കിട്ടിയോ? സെറ്റല്ലേ? ഓക്കെ, സാറിൻ്റെ പേരെന്ന് പറയാമോ? ജോൺ. സി, ആ വാൾ ക്ലോക്ക് ഒന്ന് ഇമാജിൻ ചെയ്യുക. ആ വാൾ ക്ലോക്കിൽ അതിൻ്റെ ടൈം ഇങ്ങനെ മൂവ് ചെയ്യാനായിട്ട് നന്നായിട്ടൊന്ന് ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുക. സ്റ്റാർട്ടിങ് ഫ്രം 12. നൗ സ്ലോലി ക്ലോസ് യുവർ ഐസ്. കണ്ണടച്ചതിന് ശേഷം അതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് റാൻഡം ആയിട്ടുള്ള ഒരു ടൈമിൽ ആ വാച്ച് അതിൻ്റെ നീഡിൽസ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പോവാണ്. ഇപ്പോൾ ഒരു ഡിസിഷൻ എടുക്കണ്ട. മേക്ക് ഷുവർ ഇവിടെ ഇരിക്കുന്ന ആർക്കും ഗസ് ചെയ്യാൻ പറ്റാത്തൊരു ടൈം ആയിരിക്കണം അത്. കറക്റ്റ് ഒരു ഇപ്പോൾ 1 മണി 2 മണി 3 മണി അങ്ങനെ പറയണം നിർബന്ധമൊന്നുമില്ല. മേക്ക് ഇറ്റ് സംതിങ് ഡിഫിക്കൽട്ട് ടു ഗസ് ലൈക്ക് 5:15 അല്ലെങ്കിൽ 7:25 എന്നൊക്കെ പറയുന്ന പോലെ ഇറ്റ് മസ്റ്റ് ബി എ റാൻഡം ടൈം. അങ്ങനെ മനസ്സിനകത്ത് ഇപ്പോൾ എന്തെങ്കിലും ഒരു റാൻഡം ടൈം കിട്ടുന്ന സമയത്ത് യെസ് എന്നൊന്ന് പറയാമോ? യെസ്. ഓക്കെ, എന്തായിരുന്നു ആ ടൈം? ഒന്ന് സ്റ്റേജിലേക്ക് ആയോ? എന്തായിരുന്നു ആ ടൈം എന്ന് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒന്ന് ഉറക്കെ മൈക്കിൽ പറയാമോ? വാട്ട് ടൈം യു വർ തിങ്ക്? 2:37. 2:37. 2:37. ഭയങ്കര എന്താ പറയണ്ടേ, ഡിഫിക്കൽട്ട് ആക്കാൻ പറയുന്ന സമയത്ത് ഭയങ്കര ഡിഫിക്കൽട്ട് ആക്കിയല്ലേ? 2:37. ഒന്ന് വരാമോ? സി, ഇതൊക്കെ പറയുന്നതിന് മുന്നേ ആയിട്ട് സർ, ഞാനിവിടെ എൻ്റെ വാച്ച് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെടുത്തിട്ട് അത് എത്രയാണ് ടൈം എന്നുള്ള കാര്യം എല്ലാവർക്കും വേണ്ടിയിട്ട് ഒന്ന് അനൗൺസ് ചെയ്യാവോ? എത്രയാണ് ടൈം എന്നുള്ള കാര്യം? വിച്ച് ഈസ് 2:37. 2:37. Exactly the same time that he just said. 2:37. സർ ഒന്ന് ഫ്രണ്ടിലേക്ക് വന്നേ. പോരുത്. അല്ല, പോരുത്. നമ്മൾ വി ഹാവ് ജസ്റ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, ഇവിടെ സാർ ഒറ്റയ്ക്കാണോ വന്നിട്ടുള്ളത്? കൂടെ ആരാ വന്നിട്ടുള്ളത്? സുഹൃത്തുക്കളുണ്ട്. എനിക്കറിയാം എല്ലാവരും നല്ല സുഹൃത്തുക്കളാണ്, എല്ലാവരുമായിട്ട് നല്ല ബോണ്ട് എല്ലാ ആൾക്കാർക്കും ഉണ്ടാവും. എന്നാലും ഇപ്പോൾ നോക്കിയിട്ട് ഈ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്താൽ കൊള്ളാം, സ്റ്റേജിൽ നല്ല രസമായിരിക്കും, ആൾ നല്ല വൈബായിരിക്കും തോന്നുന്ന ഒരു സുഹൃത്തിനെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാവോ? ആരെങ്കിലും ഒരാളെ? വിൽസൺ എന്നാണോ പറഞ്ഞേ? ഓക്കെ, ആൾക്ക് തൊഴുതു. യെസ്, എല്ലാവരും എവിടെ എനർജി? നമ്മൾ വരട്ടെ. അതൊരു അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനമല്ല അത്. യെസ്, താങ്ക് യു സോ മച്ച്. യുവർ നെയിം ഈസ് വിൽസൺ, മെൻ്റലിസ്റ്റ്. ഓക്കെ, സോ ഇല്ല, ഞാൻ ജസ്റ്റ് കേട്ട് പുള്ളി പറയുന്ന വിൽസൺ ആണെന്നുള്ള കാര്യം. ഓക്കെ, ശരി. സി, നോക്ക്, ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ ഷോ കംപ്ലീറ്റ്ലി നിങ്ങളുടെ ഡിസിഷൻ ആയിരിക്കും എന്നുള്ള കാര്യം അല്ലേ? അതുപോലെ തന്നെയാണ് ഈ ഷോയിലെ ഓരോ എലമെൻറ്റ്സും കണക്റ്റഡ് ആയിരിക്കും. ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ആസ് ഹ്യൂമൻസ്
നമ്മൾ തമ്മിൽ നമ്മളറിയാതെ തന്നെ ഡെവലപ്പ് ചെയ്യുന്നൊരു കണക്ഷൻ ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ തമ്മിൽ കണ്ടിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും, അല്ലെങ്കിൽ എത്ര വർഷത്തെ പരിചയം ഉണ്ടാവും, അല്ലെങ്കിൽ എത്ര കാലത്തെ പരിചയം ഉണ്ടാവും? Maybe 10 years, 10, 7-8 years. 7-8 years എന്ന് പറയുന്ന അത്രയും സച്ച് എ ലവ്ലി ലോങ് ബോണ്ട് അല്ലേ? അപ്പോൾ അത്രയും വർഷമൊക്കെ ആയിട്ടുള്ള ആൾക്കാർ ഈ 7 years കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ ആർ ലൈക്ക് ഫാമിലി എന്നാണ് പറയുന്നത് അല്ലേ? യാ, സോ ഐ ബിലീവ് നിങ്ങൾ തമ്മിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ട് ഉണ്ടെന്നുള്ള വിശ്വാസം എനിക്കുമുണ്ട്. ഓക്കെ, സോ ബോത്ത് ഓഫ് യു ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യാവോ? ബാക്കിലേക്ക് നോക്ക്. 2 ആൾക്കാരുണ്ടല്ലോ, ഒന്ന് ഫേസ് ടു ഫേസ് നോക്കി നിൽക്കാൻ പോവാണ്. ഓൾറൈറ്റ്, അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് ഇൻ യുവർ മൈൻഡ് നിങ്ങൾ കണ്ടത് മുതലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല നല്ല മെമ്മറീസ് ഒന്ന് മനസ്സിനകത്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. അങ്ങനെ അവർ കൊണ്ടുവരുന്ന സമയത്ത് ലെറ്റ് ദം ക്രിയേറ്റ് എ ബോണ്ട് അഗെയിൻ. നല്ലൊരു ബോണ്ട് അവർ ക്രിയേറ്റ് ചെയ്തോട്ടെ. അങ്ങനെ അവർക്ക് ഡീപ്പായിട്ടുള്ള ആ ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മേ ബി നമുക്കൊരു കാര്യം ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? ചേട്ടാ അല്ല, ആളെ നോക്കണം, ഇത് എന്തോ പരസ്പരം ദേഷ്യമുള്ള ആളെ പോലെ ആൾ മൈൻഡ് ചെയ്ത് നിൽക്കുകയാണ്, എന്തോ പൈസ വാങ്ങിയിട്ട് കൊടുക്കാത്ത എന്തൊക്കെയോ സീൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ഒന്ന് പരസ്പരം നോക്കിയെന്നോ, കുഴപ്പമില്ല, ശരിക്കും ജെന്യുവനായിട്ടേ ചെയ്യണം. നിങ്ങൾ ഒരു നല്ല ബ്രീത്ത് എടുത്തേ ആൻഡ് സ്ലോലി ക്ലോസ് യുവർ ഐസ്. ഒന്ന് കണ്ണടയ്ക്കാവോ? ഇല്ല ഇല്ല ഇല്ല, നിങ്ങളിത് ശരിക്കും നന്നായിട്ട് ചെയ്താൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് നിങ്ങൾ കണക്റ്റ് ആവത്തുള്ളൂ. സ്ലോലി ക്ലോസ് യുവർ ഐസ്. കണ്ണടച്ചോളൂ, നന്നായിട്ട് കണ്ണടച്ചോ. 2 ആൾക്കാരും കണ്ണടച്ചോ. ഓക്കെ, നൗ നോക്ക്, ഞാൻ ഒരു സ്റ്റെപ്പ് ഒന്ന് സൈഡിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ. ഓക്കെ, ഇവിടെ ക്യാൻ യു ഫേസ് ടുവേഴ്സ് ദ ഓഡിയൻസ് ആൻഡ് സ്റ്റാൻഡ്? ഓക്കെ, 2 ആൾക്കാരും കൈയൊക്കെ താഴേക്ക് ഹോൾഡ് ചെയ്യാവോ? ജസ്റ്റ് കീപ്പ് യുവർ ഹാൻഡ്സ് ഡൗൺ, കീപ്പ് യുവർ ഹാൻഡ്സ്. അതൊക്കെ മാറ്റി വെച്ചോ, കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നിൽക്കാവോ? സോ ദാറ്റ് 2 പേരും ആബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നിന്നോളൂ. ഓക്കെ, നൗ സി, നമ്മുടെയൊക്കെ ശരീരത്തിന് ചുറ്റും ഓറ എന്ന് പറയുന്നൊരു എനർജി ഉണ്ടെന്നാണ് സയൻസ് അല്ലേ പറയുന്നത് അല്ലേ, വിശ്വാസങ്ങളിൽ പറയുന്നത് അല്ലേ. അപ്പോൾ ആ എനർജിയെ തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമെങ്കിൽ ആൾക്കാരെയൊക്കെ കണക്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്നൊക്കെയാണ് ചുമ്മാ ഓരോ കഥകളൊക്കെ അടിച്ചിറക്കിയിട്ടുള്ളത്. നമുക്ക് നോക്കാം. ചേട്ടാ കൈ താഴ്ത്തി വെച്ചേ. ഓക്കെ, കണ്ണടച്ചോ. ഇനി ഞാൻ പറയാതെ കണ്ണ് തുറക്കണ്ട. ഈ ഒരു മൊമെൻ്റ് തൊട്ട് കണ്ണിൻ്റെ ഫ്രണ്ടിൽ ഷാഡോസ് ഒക്കെ വരും. ശരിക്കും നിങ്ങൾ കണ്ണടച്ചോന്ന് ചെക്ക് ചെയ്യണമല്ലോ. ശരീരത്തിൽ എവിടെയെങ്കിലും ചെറിയൊരു ടച്ച്, ഒരു സെൻസേഷൻ ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എവിടെയാണെന്ന് ആലോചിച്ചിരിക്കുക, റിയാക്ട് ചെയ്യരുത്. എവിടെയാണെന്ന് ആലോചിച്ചിരിക്കുക, റിയാക്ട് ചെയ്യരുത്. ഓക്കെ, സിംപ്ലി ജസ്റ്റ് തിങ്ക്. ഞാൻ ചോദിക്കുമ്പോൾ മാത്രം പറഞ്ഞാൽ മതി, ഡോണ്ട് റിയാക്ട്. ഓക്കെ, 2 പേരുടെയും ശരീരത്തിൽ എവിടെയെങ്കിലും ചെറിയൊരു ടച്ച് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ റൈറ്റ് ഹാൻഡ്, വലത്തെ കൈ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കാണിക്കാം ഓഡിയൻസിനെ. ക്യാൻ യു റൈസ്? അല്ല, എവിടെയാണെന്നൊന്നും വേണ്ട, ജസ്റ്റ് റൈസ് യുവർ റൈറ്റ് ഹാൻഡ്. സിമ്പിൾ. ഓക്കെ, എവിടെയാണെന്ന് ഒന്നും കാണിക്കേണ്ട, സിമ്പിളായിട്ട് ഹാൻഡ് റൈസ് ചെയ്താൽ മാത്രം മതി. ഞാൻ ചോദിക്കുന്ന അനുസരിച്ചിട്ട് ചെയ്താൽ മതി. അവിടെ ഡു ഇറ്റ് 1 more time, സീരിയസ്ലി. ഒരു തവണ ഫോക്കസ് ചെയ്യാവോ ജെനുവിനായിട്ട്? 2 ആൾക്കാരും ജസ്റ്റ് ഫോക്കസ് 1 more time. മൂവ് ചെയ്യണ്ട, ജസ്റ്റ് ഫോക്കസ്. ഓക്കെ, നൗ നിങ്ങളുടെ ബോഡിയിൽ എവിടെയെങ്കിലും ഒരു ടച്ച് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ വലത്തെ കൈ ഒന്ന് പൊക്കാവോ? ബ്യൂട്ടിഫുൾ. കൈ താഴ്ത്തി വെച്ചോ. ഒരു കാര്യം കൂടെ ചോദിക്കാം, കണ്ണു തുറക്കരുതേ. ലാസ്റ്റായിട്ട്, അവസാനമായിട്ട് എത്ര തവണയാണ് നിങ്ങൾക്കത് ഫീൽ ചെയ്തതെന്ന് ഓഡിയൻസിന് മനസ്സിലാവാനായിട്ട് നമ്പർ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് കാണിക്കാവോ എത്ര തവണ നിങ്ങൾക്കത് ഫീൽ ചെയ്തെന്ന്? വൺ മോർ തിങ്, കണ്ണ് തുറക്കണ്ട. ഡോണ്ട് മൂവ്. ലാസ്റ്റായിട്ട് എവിടെയാണ് ഫീൽ ചെയ്യുന്നത് തൊട്ട് കാണിക്കാവോ? എവിടെയായിരുന്നു ലാസ്റ്റായിട്ട് ഫീൽ ചെയ്തേ? തൊട്ട് കാണിക്കാവോ? ബ്യൂട്ടിഫുൾ. ഇവർ 2 ആൾക്കാരും കണ്ണടച്ചിരുന്നത് കൊണ്ട് ഇവർക്കത് എക്സ്പീരിയൻസ് ചെയ്യാനോ കാണാനോ പറ്റിയിട്ടുണ്ടാവില്ല, എനിക്കറിയാം. ഇവിടെ നിന്ന് കൺഫ്യൂസ്ഡ് ആയിരിക്കും അവർ. അതുകൊണ്ട് നമുക്ക് ഇതിൽ ഒരാൾക്ക് ഒരു എക്സ്പീരിയൻസ് കൊടുക്കാനായിട്ട് ഒരാളുടെ കണ്ണ് തുറന്നിട്ട് മറ്റേ ആൾക്ക് കണ്ണടച്ചിട്ട് നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. ആ സെയിം ഒരു കാര്യം. ദിസ് ടൈം വിൽ ഡു ഇറ്റ് എ ബിറ്റ് ഡിഫറെൻ്റ്ലി. ഞാനിപ്പോൾ ടച്ച് ചെയ്യുന്ന ആൾ മാത്രം ഒന്ന് കണ്ണ് തുറന്നേ. ചേട്ടാ മേക്ക് ഷുവർ ഇത് കറക്റ്റായിട്ട് നോക്കി അടിക്കുന്ന കറക്റ്റായിട്ട് അല്ലേ? സൗണ്ട് കേൾക്കുന്നല്ലേ? കൈ ഒന്ന് ഇങ്ങനെ ഹോൾഡ് ചെയ്തേ. കണ്ണടച്ചോ. ഓപ്പൺ യുവർ ഐസ്. ഹോൾഡ് ഇറ്റ്. ഇവിടെ നിന്ന് ഹോൾഡ് ചെയ്തോ. ഹോൾഡ് ഇറ്റ് ലൈക്ക് ദിസ്. ക്ലോസ് യുവർ ഐസ്. നോക്ക്, എന്തെങ്കിലും ഒരു സെൻസേഷൻ ഉണ്ടാവുന്നവരെ, ഞാൻ പറയുന്നവരെ കണ്ണ് തുറക്കണ്ട. ഞാനിപ്പോൾ ടച്ച് ചെയ്യുന്ന പേഴ്സൺ ജസ്റ്റ് ഓപ്പൺ യുവർ ഐസ്. അവിടേക്ക് നോക്കാവോ? ഫോക്കസ് റൈറ്റ് ദേർ. കൈ ഇങ്ങനെ വെച്ചോളൂ.
നൗ മനസ്സിനകത്ത് ജെനുവൻലി ഫീൽ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പോയിന്റിൽ ചേട്ടൻ ഇതുപോലെ ഒന്ന് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, യു ആർ ഗോയിങ് ടു ഡു ഇറ്റ്. നമുക്ക് നോക്കാം അവിടെ എന്താ ഉണ്ടാവാൻ പോകുന്നുള്ള കാര്യം. ഓക്കെ, പെർഫെക്റ്റ്. ഒറ്റ തവണ. ടേക്ക് യു ടൈം. വെയിറ്റ്. വൺ മോർ ടൈം. ഫോക്കസ്, നന്നായിട്ട് ഫോക്കസ് ചെയ്തോ. ഏതെങ്കിലും ഒരൊറ്റ മൊമെന്റിൽ വാച്ച്. ആബ്സല്യൂട്ട്ലി പെർഫെക്റ്റ്. താങ്ക് യു സോ മച്ച്. സി, രണ്ടാൾക്കാരും എനിക്കറിയാം ഇവിടുന്ന് ഫസ്റ്റ് ടൈം എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവില്ല അല്ലേ? ആദ്യത്തെ തവണ ഞാൻ ഒരു കാർഡ് എടുത്തിട്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും കയ്യിൽ ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമതും മൂന്നാമതും നിങ്ങളിൽ ഒരാളെ ടച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മറ്റേ ആൾക്കത് ഫീൽ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കോ? വിശ്വസിക്കാൻ പറ്റില്ലല്ലേ? റൈറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും ഇവർക്ക് വേണ്ടി ഒരു കൈയ്യടി കൊടുക്കാവോ? ആക്ച്വലി ഞാൻ അദ്ദേഹത്തിനെയാണ് ടച്ച് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് താങ്കൾ കൈവക്കായിരുന്നു, താങ്കളത് ഫീൽ ചെയ്യായിരുന്നു. ആൻഡ് സെക്കൻഡ് ടൈം എന്താണ് ഉണ്ടായെന്നുള്ള കാര്യം അവിടെ പോകുന്ന സമയത്ത് അവർ എക്സ്പ്ലെയിൻ ചെയ്തു തരും. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. മേ ബി അവർ തമ്മിൽ അത്രയും നല്ലൊരു ബോണ്ട് ഉള്ളതുകൊണ്ടായിരിക്കും അല്ലേ അതൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ടാവുക. അപ്പോൾ എല്ലാവരും നല്ലൊരു ദേ ഡിസേർവ് ഇറ്റ്, റൈറ്റ്? സോ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു വാമപ്പ് അല്ലേ? ലെറ്റ്സ് ട്രൈ സംതിങ് മോർ ഡിഫിക്കൾട്ട്. കുറച്ചുകൂടി ഇമ്പോസിബിൾ ആയുള്ളൊരു കാര്യം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഐ തിങ്ക് കുറച്ചുകൂടി ആൾക്കാർക്ക് ഒരു പാർട്ടിസിപ്പേഷൻ കൊടുത്തുകൊണ്ട് നമുക്ക് ട്രൈ ചെയ്യാം. ഇത്തവണ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റേജിലേക്ക് വിളിക്കുന്നില്ല. റൈറ്റ് സൈഡല്ല നമ്മൾ ആദ്യമായിട്ട് അറിഞ്ഞത്. സോ ഇത്തവണ എൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് അറിയാട്ടെ. ഐ ട്രൈ ചെയ്യാം. മാക്സിമം ബാക്കിലേക്ക് ഞാൻ അറിയാനായിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, അത് കിട്ടുന്ന ആൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? നോക്കൂ, യു ആർ ഗോയിങ് ടു ടേക്ക് സം ഡിസിഷൻസ് റൈറ്റ് നൗ. അതായത് എനിക്ക് ടോട്ടലായിട്ട് 6 പേര് ആവശ്യമാണ്. 6 റാൻഡം പീപ്പിൾ ഷുഡ് ബി. താങ്കൾ പോയിന്റ് ചെയ്യുന്ന 6 ആൾക്കാരായിരിക്കും എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടാവുക. ഓക്കെ, സോ ആൾ പോയിന്റ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. ഓൾറൈറ്റ്, നിങ്ങളെയാണ് പോയിന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. ഓക്കെ, 2 പേരായി. ഐ നീഡ് 3 more people. 3. ഓക്കെ, 4. ഒരാൾ. ഓക്കെ, ആരായിരുന്നു? ഓക്കെ, 5. വെയിറ്റ് 5 പേരായില്ലേ? നോക്ക്, ഞാനൊരു കാര്യം നിങ്ങളുടെ അടുത്ത് ചോദിച്ചോട്ടെ. അതായത് ഇവിടെ ഈ നിൽക്കുന്ന 5 പേരുടെയും എന്തെങ്കിലും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയാൻ എന്തെങ്കിലും വഴിയുണ്ടാവും? ഇല്ല. ഫോർ എക്സാമ്പിൾ ഇവരുടെ ഇപ്പോഴത്തെ കറണ്ട് അഫെയേഴ്സ് അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എല്ലാവരും ഭയങ്കര ഇല്ല, എനിക്കറിയാം നിങ്ങൾ 5 പേര് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അത് ഭയങ്കര എൻജോയബിൾ ആയിരിക്കും. ഇല്ലല്ല, അതൊന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യം എനിക്കറിയാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബർത്ത് ഡേറ്റ്സ് എനിക്കറിയാനായിട്ട് ചാൻസ് ഉണ്ടാവില്ല അല്ലേ? റൈറ്റ്. ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഐ എം ഗോണ പ്ലേസ് എ ബെറ്റ്. ഐ എം ഗോണ പ്ലേസ് മൈ വാലറ്റ്. ഓക്കെ, ഇത് ഇവിടെ ഇരുന്നോട്ടെ. മേ ബി ആർക്കെങ്കിലും ഇന്ന് ഭാഗ്യം ഉണ്ടെങ്കിലോ അല്ലേ? ഈ നിൽക്കുന്ന 5 ആൾക്കാരുടെ അടുത്തും എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ആരുടെയെങ്കിലും ബർത്ത് ഡേറ്റ് മാത്രം, ഒരു സിംഗിൾ ഡിജിറ്റ് വരുന്നുണ്ടോ? 1, 2, 3, 4, 5, 6, 7, 8, 9 ജനിച്ച ദിവസം വരുന്നുണ്ടോ? 5 പേരിൽ ആരുടെയെങ്കിലും, ഈ നിൽക്കുന്ന 5 പേരിൽ ആർക്കെങ്കിലും ഉണ്ടെന്നാണോ ഇല്ലെന്നാണോ? വരുന്നുണ്ടോ ചേട്ടൻ്റെ? ഇല്ല 3 പേർക്കും ഇല്ല. ഇരിക്കുന്ന ആൾക്കാരിൽ ഒരു സിംഗിൾ ഡിജിറ്റ് ബർത്ത് ഡേറ്റ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ക്യാൻ യു റേസ് യുവർ ഹാൻഡ്? ഒരുപാട് ആൾക്കാർ കൈ പൊക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് ഒരാളെ പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ ആരെ പിക്ക് ചെയ്യുക? ഓക്കെ, യു വോണ്ട് പിക്ക് ഹിം. ഓക്കെ, ആദ്യം എഴുന്നേറ്റ ആളായതുകൊണ്ട് തന്നെ യു ക്യാൻ സെലക്ട്. സർ, ഇഫ് യു ഡോണ്ട് മൈൻഡ് ക്യാൻ യു സ്റ്റാൻഡ് അപ്പ്? ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? സാറിനെയാണ് ചൂസ് ചെയ്തതെന്നാണ് അവർ പറയുന്നത്. ശരി, നോക്ക്, ഈ 6 പേരും ആബ്സല്യൂട്ട്ലി റാൻഡമായിട്ട് ഇപ്പോൾ നിങ്ങൾ ഡിസൈഡ് ചെയ്തിട്ട് നിങ്ങൾ ചൂസ് ചെയ്ത 6 ആൾക്കാരാണ് അല്ലേ? കൺഫേം ചെയ്യുന്നില്ലേ? റൈറ്റ്. 1 by 1 at a time ഒന്ന് ഉറക്കെ നിങ്ങളുടെ ബർത്ത് ഡേയ്സ് പറയാനായിട്ട് പോവാണ്. സാർ, യു വിൽ ബി സ്പെഷ്യൽ ടുഡേ. ലാസ്റ്റ് ഞാൻ സാറിലേക്ക് വരാം. മേ ബി വി ക്യാൻ സ്റ്റാർട്ട് ഫ്രം ദെയർ. ആ ഡേറ്റ് മാത്രം 27 എന്നാണല്ലേ പറഞ്ഞത്? ഞാൻ ജസ്റ്റ് റൈറ്റ് ഡൗൺ ചെയ്യാം, കാരണം ഇൻ കേസ് നിങ്ങൾക്ക് പിന്നീട്
വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് 29 അവിടെ തന്നെ ഒരു കണക്ഷൻ ഉണ്ടല്ലോ. ഓക്കെ, 29, 24, ബ്യൂട്ടിഫുൾ, 18 ആണോ? ഓക്കെ, താങ്ക് യു, പെർഫെക്റ്റ്. 18. ഫൈനലി 2 ആൾക്കാരോട് നമുക്ക് ബാക്കിയുണ്ട്. 28 ആണോ? 2 നമ്പേഴ്സ് സെയിം ആയിട്ട് വന്നുകൊണ്ട് മേ ബി വി ക്യാൻ ചേഞ്ച്. അല്ല, ഡേറ്റ് കറക്റ്റ് അല്ലേ? 28 എന്നല്ലേ പറഞ്ഞേ? 28 ആണോ പറഞ്ഞേ? നമുക്ക് ഓൾറെഡി ഓക്കെ ഫൈൻ. ഫൈൻ, ഓക്കെ, 28. ഫൈനലി നമുക്ക് ഒരൊറ്റൊരാളോട് ബാക്കിയുണ്ട്. സർ, 07. നോക്ക്, ദീസ് ആർ ലൈക്ക് വെരി പേഴ്സണൽ അല്ലേ? അവരുടെ ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള വളരെ റാൻഡമായിട്ട് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത 6 നമ്പേഴ്സാണത്. ഇതിനകത്ത് ഞാൻ ആരെയും സ്റ്റേജിലേക്ക് വിളിക്കില്ല എന്ന് പറഞ്ഞു. ബട്ട് ഐ തിങ്ക് ഒരൊറ്റൊരാളെ മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. ആൻഡ് ലാസ്റ്റ് വൺ സ്പെഷ്യൽ സർ, ഒന്ന് വരാമോ? ഓരോ ആൾക്കാർക്ക് ഓരോ ഹോബീസ് ഉണ്ട്. എൻ്റെ ലൈഫിൽ കുട്ടിക്കാലത്ത് എനിക്ക് ഉണ്ടായിരുന്നൊരു ഹോബിയാണ് ആദ്യം ഫിഷ്, ചെറിയ മീനൊക്കെ കളക്ട് ചെയ്യുക എന്നുള്ളത്. പിന്നീട് ഞാൻ ട്രാവൽ ചെയ്യുന്ന ബസ്സിലെ ടിക്കറ്റ്സ് ഞാൻ കളക്ട് ചെയ്യുന്നൊരു ഹോബി ആക്കിയിട്ട് മാറ്റിയിരുന്നു. വളർന്നു വരുന്ന സമയത്ത് ലോട്ടറി ടിക്കറ്റ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ഞാൻ ലോട്ടറി ടിക്കറ്റ്സ് കളക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ഹായ് സാർ, ഐ എം അർജുൻ ആൻഡ് പ്ലഷർ മീറ്റിംഗ് യു. സോ വാട്ട്സ് യുവർ നെയിം? PS ശ്രീധരൻ. സാർ, ഈ മൈക്ക് ഹോൾഡ് ചെയ്തോളൂ. നോക്ക്, ഇവിടെ വരുന്നതിന് മുന്നേ ഐ പ്ലേസ് മൈ വാലറ്റ് ഓവർ ഹിയർ അല്ലേ? സാർ, ഇതിനകത്ത് നത്തിങ് എൽസ് ബട്ട് ദർ ഇസ് എ പേപ്പർ. ഇത് സാധാരണ ഒരു പേപ്പർ അല്ല, ദർ ഇസ് സംതിങ് ഇമ്പോർട്ടൻറ്റ്. ഒന്ന് ഹോൾഡ് ചെയ്യാവോ? ഇത് ആക്ച്വലി ഒരു 2 years മുന്നേ എനിക്ക് കിട്ടിയ ഒരു ലോട്ടറി ടിക്കറ്റാണ്. ആൻഡ് സർ, അതൊന്ന് ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യാവോ? യു ക്യാൻ ഓപ്പൺ ഇറ്റ്. ആക്ച്വലി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് യു ക്യാൻ സീ അതിനകത്ത് certain നമ്പേഴ്സ് ഉണ്ടാവും, ഡിജിറ്റ്സ് ഉണ്ടാവും. 1 by 1 ആ ഡിജിറ്റ്സ് ഒന്ന് വായിക്കാവോ? ആ ലോട്ടറിയുടെ നമ്പേഴ്സ് ഒന്ന് വായിക്കാവോ എല്ലാവർക്കും വേണ്ടിയിട്ട്? ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് വെരി വണ്ടർഫുൾ. ഫസ്റ്റ് 18. 18 അല്ലേ? നിങ്ങൾ ആരുടെ ഒരാളുടെ ബർത്ത്ഡേ ആണതല്ലേ? 18, 18. സൂപ്പർ. നെക്സ്റ്റ് വൺ 2 4 24. 24. 2 out of 6 guys. 2 7 27. 27 is there. 27 is there. Thank you. 2 8 28. 28. 28 is there. Thank you. 2 9 29. 29. 29. 5 out of 6. And ഇതുപോലെ നമ്മുടെ അമേരിക്കയിൽ അങ്ങനെ ന്യൂയോർക്ക് ലോട്ടറിയിലൊക്കെ 1 ഫൈനൽ പവർ ഡിജിറ്റ് ഉണ്ടാവും. ആൻഡ് വിച്ച് ഈസ് Lastly 07, that is myself itself. 07. That is your birthday. So thank you so much. ലാസ്റ്റ് ഒരു 2 വർഷമായിട്ട് So ഞാൻ wonderful. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. ലാസ്റ്റ് ഒരു 2 വർഷമായിട്ട് ഞാനിതിൻ്റെ പേഴ്സണകത്ത് കൊണ്ട് നടക്കുകയായിരുന്നു. ഐ തിങ്ക് ഫ്രം ടുഡേ ഓൺവേർഡ്സ് ആസ് എ സോമനിയർ എന്നെ ഇടയ്ക്ക് ഓർക്കാനായിട്ട് യു ഗെറ്റ് ടു കീപ് ദിസ്. സോ ആസ് എ ഗിഫ്റ്റ് സാറിന് ഇത് കീപ്പ് ചെയ്യാം. ഇവിടെ നിന്ന് തിരിച്ച് പോകുന്ന സമയത്ത് ഇഫ് യു വോണ്ട് യു ക്യാൻ ഓൾസോ ചെക്ക് ദിസ് ലോട്ടറി. സോ താങ്ക് യു സോ മച്ച്. യെസ്, താങ്ക് യു സോ മച്ച്. അടിച്ചില്ല അത്? ലോട്ടറിയാണോ? അതെ, അത് അടിച്ചില്ല, അതാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഇനി അടിക്കോ? 2 വർഷം മുന്നേ അടിക്കേണ്ടതായിരുന്നു, അടിച്ചില്ല. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു വൺസ് അഗൈൻ. ഗിവ് അപ്പ് ഫോർ ഹിം. സി, നമുക്ക് ഒരു കാര്യം കൂടി ട്രൈ ചെയ്ത് നോക്കിയാലോ? ലൈക്ക് ഇവിടെ ഇരിക്കുന്ന ഒരാളെ വെച്ചിട്ട് തന്നെ അത് ട്രൈ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് വിൽ ബി ബെറ്റർ. സോ ലെറ്റ്സ് ട്രൈ ദിസ് വേ. ആക്ച്വലി നോക്ക്, ആ ബോൾ ആരുടെ കയ്യിലുള്ള? പാസ് ചെയ്തോ അതോ നിങ്ങളുടെ കയ്യിലാണോ ഉള്ളത്? ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് അറിയാവോ? അപ് ടു യു. അത് കിട്ടുന്ന ആൾ സിമ്പിളായിട്ടൊന്ന് എഴുന്നേരി നിൽക്കുക. ഓക്കെ, നോക്കിയിട്ടൊക്കെ റാൻഡംലി എവിടെയാണോ വരുന്നത്? ഓക്കെ, അപ് ടു യു. ആരെങ്കിലും ഒരാൾ. ഓക്കെ, നോക്ക്, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇംഗ്ലീഷ് ബുക്സ് വായിക്കാറുണ്ടോ? ഉണ്ടോ? ഉറപ്പാണോ? ഒന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്യോ സൈഡിലേക്ക്? താങ്ക് യു. ഞാൻ പറയുന്നൊരു കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുമോ? ഒന്ന് ഫ്രണ്ടിലേക്ക് വരാമോ? ലുക്ക് അറ്റ് മീ. ഇപ്പോൾ ഒരു ലൈബ്രറിയിലാണെന്ന് ഇമാജിൻ ചെയ്തോളൂ. ഓക്കെ, ബിഫോർ യു ഈവൻ തിങ്ക് ഐ എം ഗോണ റൈറ്റ് ഡൗൺ സംതിങ്.
ഇതെവിടെ ഇരുന്നോട്ടെ. ഓക്കെ, നോക്ക്, യു ആർ ഇൻ എ ലൈബ്രറി. ഓക്കെ, അവിടെ ഷെൽഫ്സിനടുത്തേക്ക് പോകുന്ന സമയത്ത് ഇംഗ്ലീഷ് ബുക്സിൻ്റെ ഷെൽഫാണ് കാണുന്നതെന്ന് ഇമാജിൻ ചെയ്യുക. അവിടെ നിന്ന് ഏതെങ്കിലും ഒരു റാൻഡം ആയിട്ടുള്ള ഇംഗ്ലീഷ് ബുക്ക് പിക്ക് ചെയ്യാമെന്ന് ഇമാജിൻ ചെയ്തോളൂ. പേരൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ഓക്കെ, ദെൻ അത് കയ്യിൽ വെച്ചതിന് ശേഷം സ്ലോലി അതിൻ്റെ പേജസ് മറിച്ച് പോകുന്നുണ്ട്. ആൻഡ് ഫൈനലി അറ്റ് എ റാൻഡം പേജ് യു ആർ സ്റ്റോപ്പിംഗ് ദെയർ. പെട്ടെന്ന് ആ പേജ് ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുക. അതിങ്ങനെ വായിച്ച് പോകുന്ന സമയത്ത് അതിനകത്ത് നിന്ന് ഒരു റാൻഡം ഇംഗ്ലീഷ് വേർഡ് മനസ്സിനകത്ത് പെട്ടെന്ന് സ്റ്റക്ക് ആവുകയും ചെയ്തു. ഓക്കെ, അങ്ങനെ മനസ്സിനകത്ത് ഇപ്പോൾ ഏതെങ്കിലും ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് വാക്ക് തിങ്ക് ചെയ്യാനായിട്ട്, ആലോചിക്കാനായിട്ട് പോവാണ്. ഓക്കെ, ഒന്ന് കണ്ണടച്ചേ. ഈ ഒരു ഹോൾ പ്രോസസ്സ് ഒന്ന് ഇമാജിൻ ചെയ്യാവോ? ആൻഡ് ഫൈനലി അങ്ങനെ മനസ്സിനകത്ത് ഒരു വാക്ക് കിട്ടുന്ന സമയത്ത് യു ക്യാൻ ഓപ്പൺ യുവർ ഐസ്. വലിയ വാക്കൊന്നും വേണമെന്നില്ല കേട്ടോ, എല്ലാവർക്കും മനസ്സിലാവുന്ന, എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാക്കായിരുന്നാൽ മതി. അങ്ങനെ എന്തെങ്കിലും ഒരു വാക്ക് കിട്ടുന്ന സമയത്ത് യെസ് എന്ന് പറയാവോ? കണ്ണു തുറന്നിട്ട്. കിട്ടിയോ? ബാ, മൈക്കിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് എന്താണ് ഇപ്പോൾ മനസ്സിനകത്ത് തോന്നിയ റാൻഡം വാക്ക്? എക്സാക്ട്ലി അല്ലേ? എക്സാക്ട്ലി. എന്തെങ്കിലും റീസൺ ഉണ്ടോ എക്സാക്ട്ലി എന്ന് തന്നെ വിചാരിക്കാനായിട്ട്? പെട്ടെന്ന് മനസ്സിൽ വന്ന അല്ലേ? പേരെന്തായിരുന്നു? ബെനീറ്റ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയില്ല. ബെനീറ്റ് ഇതൊക്കെ തിങ്ക് ചെയ്യുന്നതിന് മുന്നേ, പറയുന്നതിന് മുന്നേ ഉണ്ടല്ലോ ഞാനവിടെ ഒരു കാര്യം പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? റൈറ്റ്. ബെനീറ്റ, ആ ബോള് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് കൂടെ ഒന്ന് ത്രോ ചെയ്യാവോ? ജസ്റ്റ് ഓക്കെ. See, before even she said something, I wrote exactly. കൈയടിയുടെ പവർ കുറയുന്നുണ്ടോ? താങ്ക് യു ബെനീറ്റ, താങ്ക് യു. നോക്ക്, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആരുടെയെങ്കിലുമൊക്കെ മനസ്സിലുള്ള എന്തെങ്കിലുമൊക്കെ തോട്ട്സ് ഒക്കെ പിക്ക് ചെയ്യാനോ മേ ബി എനിക്ക് പറ്റിയേക്കും അല്ലേ? വാട്ട് ഇഫ് ഇവിടെ ഇല്ലാത്ത ഒരാളെ കൊണ്ട് ഒരു കാര്യം നമുക്ക് പറയിപ്പിക്കാൻ പറ്റിയാലോ? റൈറ്റ്, വിൽ ട്രൈ സംതിങ് ലൈക്ക് ദാറ്റ്. ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ട്രൈ ടു ത്രോ. അത് കിട്ടുന്ന ആൾ യു ക്യാൻ സ്റ്റാൻഡ് അപ്പ് ആൻഡ് ഇഫ് യു ലൈക്ക് ടു കം ടു സ്റ്റേജ്, നിങ്ങൾക്ക് സ്റ്റേജിലേക്ക് വരാം. മേക്ക് ഷുവർ നിങ്ങളുടെ കയ്യിലൊരു ഫോൺ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. ഓക്കെ, താങ്ക് യു. ഫോണുണ്ടോ കയ്യിൽ? ഫോണുണ്ടോ? ആ ഉണ്ട്. ബാ, എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ ഇവിടെ ഇല്ലാത്ത ഒരാളെ ഇപ്പോൾ കോൾ ചെയ്യാൻ പോവുകയാണ്. ആൻഡ് ആ പേഴ്സൻ്റെ അടുത്ത് നമ്മൾ പറയുന്നത് ഒരു മെൻ്റലിസം ഷോയിലാണ്. ഷോയ്ക്കിടയിൽ മനസ്സിനകത്ത് ഒരു 4 ഡിജിറ്റ് നമ്പർ വിചാരിക്കാനായിട്ട് പറഞ്ഞു എന്ന് പറയാം. ഓക്കെ, ആൻഡ് എക്സാക്ട്ലി അവിടെ നിന്ന് അവർ വിചാരിക്കുന്ന നമ്പേഴ്സ് 5, 7, 3, 1 ഈ നമ്പേഴ്സ് ആയിരിക്കും അവർ വിചാരിക്കുന്നുണ്ടാവുക. അവർ ഈ നമ്പേഴ്സ് പറയുന്ന സമയത്ത് നിങ്ങളെല്ലാവരും കൈയടിച്ച് ഒരു സ്റ്റാൻഡിങ് ഒവേഷനോട് കൂടി നമ്മൾ ഈ ഷോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഡൺ? ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്, ആരെയാണ് വിളിക്കാൻ പോകുന്നതെന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട്സ് യുവർ നെയിം? My name, Jinsi. ജിൻസി. ഓക്കെ, ഐ എം അർജുൻ ബൈ ദ വേ. ആരാ ജിൻസി വിളിക്കാൻ പോകുന്നത്? വിളിച്ചാൽ ഫോൺ എടുക്കുന്ന ഒരാൾ വേണമല്ലോ. യെസ് യെസ്. സ്റ്റാഫിനെ വിളിക്കാം. ഓക്കെ, കയ്യിൽ വെച്ചോ. അല്ല, ഒരു മിനിറ്റ്. ഈ മൈക്ക് കയ്യിൽ വെച്ചോ, മൈക്കിൽ സംസാരിച്ചോളൂ. സ്റ്റാഫിനെയാണ് വിളിക്കാൻ പോകുന്നത്. സ്റ്റാഫിൻ്റെ പേരെന്താ? രേഷ്മ അല്ലേ? രേഷ്മയുടെ എന്തെങ്കിലും ഒരു ഹോബിയോ ഇഷ്ടപ്പെട്ട ആക്ടറോ ആക്ട്രസോ അങ്ങനെ എന്തെങ്കിലും പെർട്ടിക്കുലർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അറിയോ? ഡാൻസ് ചെയ്യും. ഡാൻസറാണ്, ഡാൻസ് ചെയ്യും അല്ലേ? ഓക്കെ, ശരി. യു ക്യാൻ കോൾ. സ്പീക്കർ ഫോണിലിട്ട് സംസാരിക്കാൻ പോവാണ്. ഒരു മിനിറ്റ്, എന്താ പറയാൻ പോകുന്നത് വിളിച്ചിട്ട്? എന്താ പറയാ? പേരെന്താ മെന്റലിസ്റ്റിന്റെ? അർജുൻ. ഓക്കെ, ശരി. ഓക്കെ, പെർഫെക്റ്റ്. അർജുൻ്റെ ഷോയിലാണ്. ഷോ അടിപൊളിയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയണം കേട്ടോ. പൊലിപ്പിക്കണം മാക്സിമം. അവർക്കൊരു എക്സൈറ്റ്മെൻറ്റ് ആദ്യം കൊടുക്കണം. ഓക്കെ, എന്നിട്ട് പറയാം റാൻഡം ആയിട്ടുള്ള 4 ഡിജിറ്റ് മനസ്സിലായി. ഓക്കെ, സ്പീക്കറിൽ കേൾക്കുന്നുണ്ടോ? കോൾ എടുക്കോ? സ്റ്റാഫ് ചതിക്കും. നല്ല ഉത്തരവാദിത്തമുള്ള സ്റ്റാഫ്. ഓക്കെ, ഇന്ന് ചിലരുടെ
എടുത്തെടുത്തു. ഗുഡ് ആഫ്റ്റർനൂൺ രേഷ്മ. ഞാൻ മെന്റലിസ്റ്റ് അർജുൻ്റെ ഷോയിൽ അറിയാമോ എന്ന് ചോദിക്കാൻ എന്നെ? അറിയാമോ എന്ന് ചോദിക്കാൻ എന്നെ അറിയാമോ ചോദിക്കേ? മെന്റലിസ്റ്റ് അർജുനെ അറിയാമോ? അപ്പൊ ഞാനിപ്പോ അർജുന്റെ ഷോയിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പൊ രേഷ്മ റാൻഡമായിട്ട് ഒരു 4 ഡിജിറ്റ് നമ്പർ ഒന്ന് മനസ്സിൽ വിചാരിക്കണം. എന്നോട് പറയണ്ട, മനസ്സിൽ വിചാരിച്ചാൽ മതി. 4 ഡിജിറ്റ് നമ്പർ ഒന്ന് മനസ്സിൽ വിചാരിക്കുക. മാറിപ്പോരുത്. ഒരു പേപ്പർ എടുത്ത് അവിടെ എഴുതി വെച്ചോ. വിചാരിച്ചാൽ മതി. വിചാരിച്ചോ? എത്രയാണ് പറയാൻ പറ. എത്രയാന്ന് പറയാൻ പറ. പറയാൻ പറ. ആ നമ്പർ ഒന്ന് പറഞ്ഞേ. പറ. 5747. അത് കൂടുതൽ. നല്ല മതി. ഏതെങ്കിലും ഒരു 4 നമ്പർ പറഞ്ഞാ മതി. 4 ഡിജിറ്റ്. പറ. 1 2 3 4. ആദ്യം പറഞ്ഞ കറക്റ്റ് ആയിരുന്നു. അത് ഹലോ പറഞ്ഞ വിശ്വസിക്കുമെന്ന് അറിഞ്ഞൂടാ. ഇവിടെ വലിയൊരു ബാനറിൽ ഞാൻ 1 2 3 4 എന്ന് എഴുതി വെച്ചേക്കായിരുന്നു. സീരിയസ്ലി യെസ്. ഇതിനെയാണ് നമ്മൾ മറ്റേ ടെലിപ്പോർട്ടേഷൻ മെന്റലിസം എന്നൊക്കെ പറയാം. ടെലിപ്പതി അങ്ങനെ കണക്ട് ചെയ്തിട്ട് അത് വെച്ചിട്ട് ചെയ്യണ ഒരു സെറ്റപ്പാണ്. ഓക്കെ. അത് അങ്ങനെയാണല്ലോ, അങ്ങനെ തന്നെ വരണം. അതാണ് അതിൻ്റെ ഒരു. രേഷ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഹോബി മനസ്സിനകത്ത് ആലോചിക്കാവോ? ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു ഹോബി? ഞാൻ വോയിസ് ഈ മോഡുലേഷൻ വെച്ചിട്ട് ആൾക്കാരുടെ ഹോബീസൊക്കെ കണ്ടുപിടിക്കാറുണ്ട്. മെന്റലിസ്റ്റിന്റെ ഒരു പുതിയൊരു ഇതിൽ ചെയ്യുന്നതാണ്. കാണാറുണ്ട് അല്ലേ? കാണാറുണ്ട്. വലിയൊരു താങ്ക്സ് പറയണം. ഞാൻ എപ്പോഴും നിങ്ങളുടെ അനന്തുവിന്റെ ഷോ, അർജുന്റെ ഷോ എപ്പോഴും കാണാറുണ്ട്. ഇത് അർജുനായിട്ട് വരും, ചെറിയൊരു വ്യത്യാസമുണ്ട്. കുഴപ്പമില്ല. അനന്തുവിനേക്കാളും വലിയ മെന്റലിസ്റ്റ് ആണ്. ഏതാ? ഓക്കെ. ഞാനുണ്ടല്ലോ ടൈം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പറയാം. തന്റെ ഹോബി ഡാൻസ് ആണോ? ഓ, താങ്ക് യു സോ മച്ച്. താങ്ക് യു കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ബാക്കി ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. താങ്ക് യു. 4 ഡിജിറ്റ് വിചാരിക്കാൻ പറഞ്ഞാൽ 4 ഡിജിറ്റ് വിചാരിക്കേണ്ടത്. ഓക്കെ, ഇവിടെ ഉണ്ടല്ലോ, നിങ്ങൾ നോക്കിയാൽ 1 ഉണ്ട്, 5 പ്ലസ് പോട്ടെ, 1 2 1 4 ഉണ്ട്. കുഴപ്പമില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്. നമുക്കുണ്ടല്ലോ കുറച്ച് കഥയൊക്കെ പറഞ്ഞിട്ട് എനിക്കറിയാം ലഞ്ച് ടൈമാണ്. എനിക്കൊരു 10 to 15 മിനിറ്റ്സ് കൂടി ഇല്ലേ? കിട്ടില്ലേ? ഓക്കെ. നമ്മൾ തുടക്കത്തിൽ നിങ്ങളൊരു സ്റ്റോറി കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? റൈറ്റ്. അപ്പോൾ അവിടെ മോണിക എന്ന് പറയുന്നൊരു ഡോളിനെ കുറിച്ചൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കൊരു കുഞ്ഞൊരു കാര്യം ട്രൈ ചെയ്ത് നോക്കാം. ലൈക്ക് എല്ലാ ആൾക്കാരും നിങ്ങളുടെ കൈയുടെ സെൻറ്ററിൽ ഒരു X മാർക്ക് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ആൻഡ് ദെൻ നിങ്ങൾ ആ കൈ നിങ്ങളുടെ കണ്ണിൻ്റെ ഫ്രണ്ടിലായിട്ട് കൊണ്ടുവരാൻ പോവാണ്. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഫിംഗേഴ്സ് ഒരുമിച്ചൊന്ന് ലോക്ക് ചെയ്യാനായിട്ട് പോവാണ്. റെഡി അല്ലേ? എവ്രി വൺ ഡു ഇറ്റ് നൗ. ഓക്കെ, നൗ bring it in front of your eyes. Bring your fingers together. എന്നെ നോക്കണ്ട. Look at the palm of your hand. Slowly close your eyes. Close your eyes completely. കണ്ണ് നന്നായിട്ട് അടച്ചോളൂ. Keep your fingers tight and locked. Now imagine നിങ്ങളുടെ ഫിംഗേഴ്സിൻ്റെ ഇടയിലായിട്ട് ലോകത്തിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു സൂപ്പർ ഗ്ലൂ ഞാൻ ഒഴിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. നൗ ലോകത്തിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സൂപ്പർ ഗ്ലൂ ആണ്. അതുകൊണ്ട് തന്നെ ഇമാജിൻ ഒരു സെക്കൻഡ് കഴിയുന്നതോറും നിങ്ങളുടെ ഫിംഗേഴ്സ് കൂടുതൽ ലോക്ക് ആവുന്നുണ്ട്, സ്റ്റക്ക് ആവുന്നുണ്ട്, ഒട്ടിപ്പിടിക്കുന്നുണ്ട്. ഇൻഫാക്ട് ആ ഗ്ലൂ കാരണം നിങ്ങളുടെ ഫിംഗേഴ്സ് അവിടെ കംപ്ലീറ്റ്ലി സ്റ്റക്ക് ആവാൻ പോവാണ്. ദാറ്റ് യു വോണ്ട് ബി ഏബിൾ ടു മൂവ് ഇറ്റ്. ആ ഒരു ലെവലിലേക്ക് ഇത് സ്റ്റക്ക് ആവാനായിട്ട്, ഒട്ടിപ്പിടിക്കാനായിട്ട് പോവാണ്. ഇൻ എ കൗണ്ട് ഓഫ് 3. നമ്പർ 1 കൂടുതൽ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്പർ 2 മോർ ആൻഡ് മോർ ടൈറ്റർ, മോർ ആൻഡ് മോർ ലോക്ഡ്. നമ്പർ 3 ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി സ്റ്റക്ക് ഇൻ ടു പ്ലേസ്. നിങ്ങളുടെ ഫിംഗേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്. ജസ്റ്റ് ഇമാജിൻ, വിഷ്വലൈസ്. നൗ ഇപ്പോൾ ട്രൈ ചെയ്യരുത്. ഇൻ എ കൗണ്ട് ഓഫ് 3 നിങ്ങൾ ആ ഫിംഗേഴ്സ് എടുക്കാനായിട്ട്, സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും തോറും അത് ഇമ്പോസിബിൾ ആയിക്കൊണ്ടിരിക്കും, ഡിഫിക്കൽട്ട് ആയിക്കൊണ്ടിരിക്കും. ഇൻ എ കൗണ്ട് ഓഫ് 3. നമ്പർ 1 കൂടുതൽ ഡിഫിക്കൽട്ട് ആയിക്കൊണ്ടിരിക്കും. 2 3 യു ക്യാൻ ട്രൈ നൗ. ഫിംഗേഴ്സ് എടുക്കാനായിട്ട് ട്രൈ ചെയ്യാം, പക്ഷേ പറ്റത്തില്ല. ട്രൈ ജെനുവൻലി ട്രൈ, പക്ഷേ പറ്റത്തില്ല. നിങ്ങൾ ആ ഫിംഗേഴ്സ് സെപ്പറേറ്റ് ചെയ്യാൻ ശ്രമിക്കും തോറും അത് കൂടുതൽ സ്റ്റക്ക് ആയിക്കൊണ്ടിരിക്കും, കൂടുതൽ ലോക്ക്ഡ് ആയിക്കൊണ്ടിരിക്കും, ഒട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ജെനുവനായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഫിംഗേഴ്സ് നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇൻഫാക്ട് നിങ്ങൾ സ്ലോലി നിങ്ങളുടെ കണ്ണ് തുറന്നാൽ പോലും നിങ്ങളുടെ ഫിംഗേഴ്സ് ആബ്സല്യൂട്ട്ലി ടൈറ്റ് ആയിരിക്കും.
അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫിംഗേഴ്സ് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ശ്രമിച്ചു നോക്കാം, നന്നായിട്ട് ശ്രമിച്ചു നോക്കാം. പക്ഷേ ഫിംഗേഴ്സ് ആബ്സല്യൂട്ട്ലി സ്റ്റക്ക് ആയിരിക്കും, ലോക്ക്ഡ് ആയിരിക്കും. ഇൻഫാക്ട് ഞാൻ ഒന്ന് ക്ലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് സ്നാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മൊമെൻറ്റിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ആ ഫിംഗേഴ്സ് എടുക്കാനായിട്ട് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. Now you can separate. ഇപ്പോൾ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയിലായിരിക്കും വർക്കൗട്ട് ആയിട്ടുണ്ടാവുക. ഇത് നന്നായിട്ട് വർക്കൗട്ട് ആയി എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈ വെക്കാവോ? സംബടി നന്നായിട്ട് വർക്കൗട്ടായി, നന്നായിട്ട് ഫീലായി എന്ന് തോന്നുന്ന ആരെങ്കിലും? മാഡം വിത്ത് ദ റെഡ് സാരി ഒന്ന് ഞാൻ സ്റ്റേജിലേക്ക് വിളിച്ചോട്ടെ. ഐ തിങ്ക് ഇത് മാമിന് കുറച്ചുകൂടെ കണക്റ്റ് ആവുമെന്ന് തോന്നുന്നുണ്ട്. എല്ലാവരും നല്ലൊരു കൈയ്യടി കൊടുക്കാം അദ്ദേഹത്തിന്. ഞാൻ ഈ കഥകളൊക്കെ പറയുന്ന സമയത്ത് ഈ പ്ലീസ് സ്റ്റഡീസിൻ്റെ ഭാഗമായിട്ട് ആ കുഞ്ഞ് യൂസ് ചെയ്തിരുന്ന മോണിക്ക എന്ന് പറയുന്ന ആ ഡോളിനെ മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഓപ്ഷനിൽ, ലേലത്തിൽ. ഇന്ന് ആ ഡോളിനെ ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. മാം, ദിസ് ഈസ് ദ ഡോൾ. ഐ വോണ്ട് യു ടു ജസ്റ്റ് ലുക്ക് അറ്റ് ദ ഡോൾ ഫോർ എ മൊമെൻറ്റ്. ഓൾ റൈറ്റ്, ആൻഡ് ദെൻ യു ക്യാൻ സിറ്റ് ഡൗൺ ഹിയർ. ഇവിടെ ഇരുന്നോളൂ മാം, യു ക്യാൻ സിറ്റ് ഹിയർ. ആ ഫോണൊക്കെ മാറ്റി വെച്ചോളൂ. ബി കംഫർട്ടബിൾ, ബി റിലാക്സ്ഡ്. ഓക്കെ, ഞാൻ ഐ എം ഗോയിങ് ടു പുൾ യു എ ലിറ്റിൽ ബിറ്റ്. കുഴപ്പമില്ലല്ലോ, കംഫർട്ടബിൾ അല്ലേ? ചാരി ഇരുന്നോ. ഓക്കെ, നൗ 1 minute silence. Okay, ma'am, look at all the lines. Now ഏതെങ്കിലും ഒരൊറ്റ ലൈനിൽ ഏതെങ്കിലും ഒറ്റ പോയിന്റിൽ മാത്രം നോക്കുക. അവിടെ നിന്ന് കണ്ണെടുക്കരുത്. ഇമാജിൻ അത് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു മാഗ്നറ്റ് ആണെന്ന് ഇമാജിൻ ചെയ്തോളൂ. ഇമാജിൻ യുവർ ഐസ് അല്ലെങ്കിൽ ഫോർഹെഡ് എന്ന് പറയുന്ന വേറൊരു മാഗ്നറ്റ് ആണെന്ന് ഇമാജിൻ ചെയ്തോളൂ. നൗ സ്ലോലി ഈ കൈ നെറ്റിക്കടുത്തേക്ക്. ഇറ്റ്സ് കമ്മിങ് ക്ലോസർ ടു യുവർ ഫോർഹെഡ്. ഇറ്റ്സ് കമ്മിങ് ക്ലോസർ ആൻഡ് ക്ലോസർ ആൻഡ് ക്ലോസർ. Slowly close your eyes. Relax. Be comfortable. Relax a little bit. Now, ഈ ഡോളുമായിട്ട് ബന്ധപ്പെട്ട കഥകൾ പറയുന്ന സമയത്ത് ഈ ഡോളിന് സംഭവിക്കുന്ന സെൻസേഷൻസ് മേ ബി അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കും സംഭവിക്കുമെന്ന തരത്തിലുള്ള കഥകളാണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. മാമിൻ്റെ ശരീരത്തിൽ കണ്ണടച്ചോ. ഏതെങ്കിലും ഒരു സൈഡിൽ എന്തെങ്കിലും ഒരു സ്ലൈറ്റ് ടച്ച് ഫീൽ ചെയ്യുന്ന സമയത്ത് ആ ഭാഗത്തുള്ള കൈ റൈസ് ചെയ്യുക. ഹാൻഡ് ഓഡിയൻസിന് മനസ്സിലാവാനായിട്ട് ലിഫ്റ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ബ്യൂട്ടിഫുൾ. നെക്സ്റ്റ് ടൈം അത് സംഭവിക്കുന്നവരെ ഞാൻ സംസാരിക്കത്തില്ല. കോൺസെൻട്രേറ്റ്. ആ മൊമെന്റിൽ തന്നെ കൈപോക്കണം കേട്ടോ, എന്നാലും ഓഡിയൻസിന് മനസ്സിലാവും. വൺ മോർ ടൈം. വാച്ച്. കൈയടിക്കാം, കുഴപ്പമില്ല. നെക്സ്റ്റ് ടൈം അത് ഫീൽ ചെയ്യുന്ന മൊമെന്റിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. കൈ പൊക്കണ്ട, ജസ്റ്റ് സ്റ്റാൻഡ് അപ്പ്. സിമ്പിൾ. ഓക്കെ, ആ ഫീൽ ചെയ്യുന്ന മൊമെന്റിൽ ബ്യൂട്ടിഫുൾ. സിറ്റ് ഡൗൺ. മാം, ഒറ്റ കാര്യം കൂടി, കീപ് യുവർ ഐസ് ക്ലോസ്ഡ്. ഞാൻ പറയുന്നൊരു കാര്യം നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണേ. മാം, യു ആർ സിറ്റിംഗ് അറ്റ് യുവർ ഹോം. യു ഹാവ് എ കൗച്ച് ദെയർ. അവിടെ ഒരു കൗച്ചിലാണ് ഇരിക്കുന്നതെന്ന് ഇമാജിൻ ചെയ്തോളൂ. യു ഹാവ് എ ന്യൂസ് പേപ്പർ ഇൻ യുവർ ഹാൻഡ്. ആ ന്യൂസ് പേപ്പർ എടുത്ത് വായിക്കുന്ന സമയത്ത് ദെയർ ഇസ് എ ഹെഡ്ലൈൻ. ആ ഹെഡ്ലൈനിൽ പെട്ടെന്ന് മനസ്സിനകത്ത് റാൻഡംലി ഒരു നെയിം സ്ട്രൈക്കായി, ഒരു പേര് സ്ട്രൈക്കായി. ഓൾറൈറ്റ്, അങ്ങനെ മനസ്സിനകത്ത് ഇപ്പോൾ റാൻഡംലി ഒരു പേര് സ്ട്രൈക്ക് ആവുന്നുണ്ടെങ്കിൽ, സെലിബ്രിറ്റി ഒന്നുമല്ല, എ നോർമൽ ഹ്യൂമൻ, ലൈക്ക് നോർമൽ പേഴ്സൺ, പേഴ്സൺ. സോ അങ്ങനെ ഒരാളുടെ പേര് മനസ്സിനകത്ത് വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സേ യെസ്. റാൻഡംലി ആരുടെയെങ്കിലും ഒരാളുടെ പേര് യെസ്, റൈറ്റ്, പറഞ്ഞോളൂ. അർച്ചന, റൈറ്റ്. അർച്ചന വാസ് കംപ്ലീറ്റ്ലി റാൻഡം, റൈറ്റ്. അദ്ദേഹം ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് പറഞ്ഞൊരു നെയിമാണ് അർച്ചന. ആൻഡ് ഐ എം ഗോണ റൈറ്റ് ഇറ്റ് ഡൗൺ. അർച്ചന. ഓക്കെ, താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു so much, ma'am. You can have this and you can watch the rest of the show from there. Now, see, നിങ്ങളുടെ ആരുടെയെങ്കിലുമൊക്കെ ലൈഫിൽ നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരുന്ന, വളരെയധികം ഇഷ്ടമായിരുന്ന, എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി
നിങ്ങളെ വിട്ടു പിരിഞ്ഞു പോയ, മരിച്ചു പോയ, ഇപ്പോഴും നിങ്ങൾ ഭയങ്കരമായിട്ട് ഇമോഷണലി ആളെ മിസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കാവോ? അങ്ങനെ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ ക്യാൻ യു പ്ലീസ് സ്റ്റാൻഡ് അപ്പ്? അപ്പോൾ എല്ലാവർക്കും കാണാമല്ലോ. ക്യാൻ യു പ്ലീസ് സ്റ്റാൻഡ് അപ്പ്? അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ പ്ലീസ്. ഞാനിപ്പോൾ ഒരാളെ ചൂസ് ചെയ്താൽ നിങ്ങൾ പറയും ഇനി ഇല്ലേ ഞാനും അവരും തമ്മിൽ പരിചയമുള്ളതുകൊണ്ട് ചൂസ് ചെയ്യുന്നതാണെന്ന്. ലാസ്റ്റ് വന്ന പേഴ്സൺ മാം ഒന്ന് എഴുന്നേക്കാവോ? ലാസ്റ്റ് വന്ന പേഴ്സൺ, യെസ്. ഈ എഴുന്നേരിൽ നിൽക്കുന്നെങ്കിൽ ആരെങ്കിലും ഒരാളൊന്ന് പിക്ക് ചെയ്യാവോ? എഴുന്നേരിൽ നിൽക്കുന്നതിൽ നിന്നും ആരെങ്കിലും ഒരാളെ പിക്ക് ചെയ്യാവോ? സ്റ്റേജിലേക്ക് ഇതുവരെ വരാത്ത ഒരാളാണെങ്കിൽ ബെറ്റർ. സംബടി. ഓക്കെ, ആ പിക്ക് ചെയ്ത പേഴ്സൺ ഒന്ന് സ്റ്റേജിലേക്ക് വരിക. ഓൾസോ ഐ നീഡ് എ ലേഡി ഓൾസോ. മാം അവിടെ നിൽക്കുന്ന ഒന്ന് വരാവോ? സ്റ്റേജിലേക്ക് വരാവോ? യെസ്, യു മാം, യു ഓൺലി. വരുന്ന സമയത്ത് ഇവിടെ രണ്ടാൾക്കാർക്കും നല്ലൊരു ക്ലാപ്പ് കൊടുക്കണ്ടേ നമുക്ക്? ഓൾ റൈറ്റ് സാർ, ആരുടെ ഒരാളുടെ പേരല്ലേ മനസ്സിനകത്ത് വിചാരിക്കുന്നുണ്ടല്ലേ? ആരെയും ഒരാളെ മിസ് ചെയ്യുന്നുണ്ടല്ലേ? ആ, എന്നെ കാണിക്കരുത്. ഇൻ കേസ് പിന്നീട് മാറ്റില്ല അല്ലെങ്കിൽ മാറ്റി പറയില്ല എന്ന് ഉറപ്പുവരുത്താനായിട്ട് വാട്ട് ഐ വിൽ ഹാവ് യു ഡു, ജസ്റ്റ് ഞാനിവിടെ ഒന്ന് ബാ ഇങ്ങോട്ട് പോയോ. എന്നെ കാണിക്കുന്നുണ്ട്, ഇവിടെ ആരെയും കാണിക്കണ്ട. വളരെ സീക്രട്ടായിട്ട് ജസ്റ്റ് ആളുടെ പേരൊന്ന് എഴുതിക്കൊള്ളൂ. ഓക്കെ, അതിനുശേഷം ഇത് മറച്ചു വെച്ചോ. ആളുടെ നെയിമാണ് പേര്. ഓക്കെ, ആളുടെ പേര് ഞാൻ പോയതിനു ശേഷം വെയിറ്റ്. മാം, നമ്മളൊരു കുഞ്ഞ് ഗെയിം കളിക്കാനായിട്ട് പോവാണ്. ആക്ച്വലി ഇത് ഒരാളുടെ ഇൻറ്റ്യൂഷൻസിനെ ബേസ് ചെയ്ത് കളിക്കുന്ന ഒരു ഗെയിമാണ്. ഓക്കെ, ഈ ഗെയിമിൻ്റെ റൂൾസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. മാം ഒന്ന് ഫ്രണ്ടിലേക്ക് വരാമോ? സി, ബേസിക്കലി ദിസ് ഈസ് കോൾഡ് സ്റ്റേപ്പിൾ ഗൺ. അത് കഴിഞ്ഞെങ്കിൽ അവിടെ തന്നെ വെച്ചോളൂ, കുഴപ്പമില്ല സർ, മടക്കി വെച്ചോളൂ. സോ നൗ ഇതിനകത്ത് ഞാനൊന്ന് ലോഡ് ചെയ്തിട്ടില്ല. ഇതിനകത്ത് റാൻഡംലി ഞാൻ ഏതെങ്കിലും ഒരെണ്ണം മാത്രം മാമിൻ്റെ മുന്നിൽ വെച്ച്, ഓഡിയൻസിൻ്റെ മുന്നിൽ വെച്ച് ലോഡ് ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, ഓൾറൈറ്റ് സർ? കഴിഞ്ഞോ? എഴുതിയോ? കഴിഞ്ഞോ? മാറ്റി വെച്ചോളൂ. യു ക്യാൻ സിറ്റ് ഡൗൺ. അത് മാറ്റി വെച്ചിട്ട് ഇരുന്നോളൂ. മാം, ഇത് കറക്റ്റായിട്ട് ഇതിനകത്ത് തന്നെയല്ലേ പോകുന്നത് അല്ലേ? ഇപ്പോൾ ഞാൻ സ്റ്റേപ്പിളിട്ട് ലോഡ് ചെയ്തിട്ടുള്ള ആ പിന്നുള്ള ഗൺ എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണെന്ന് പറയാം. എവിടെയാണ് ഡേഞ്ചറസ് ആയിട്ടുള്ള ഗൺ ഉള്ളത്? ഹിയർ അല്ലേ? മാം കണ്ടതാണ്. ഒന്ന് ആ സൈഡിലേക്ക് നോക്കിക്കാവോ? ഞാനിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. മേ ബി ഇവിടെ നിങ്ങളെല്ലാവരും ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും അല്ലേ കറക്റ്റായിട്ട് എവിടെയാണ് പോകുന്നതെന്നുള്ള കാര്യം. ഞാൻ ജസ്റ്റ് തിരിഞ്ഞ് നിന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഓക്കെ, ഡൺ. മാമും കൂടി ഒന്ന് അത് മിക്സ് ചെയ്യാനായിട്ട് പോവാണ്. അതൊന്ന് മിക്സ് ചെയ്യാവോ? സാർ ഒന്ന് ഫ്രണ്ടിലേക്ക് വരാമോ? ആരായിരുന്നു സാർ വിചാരിക്കുന്നതെന്നുള്ള കാര്യം എല്ലാവർക്കും വേണ്ടിയിട്ട് മൈക്കിൽ ഒന്ന് അനൗൺസ് ചെയ്യാവോ? ആരായിരുന്നു ആ ഒരു പേഴ്സൺ എന്നുള്ള കാര്യം? ഞാൻ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് എൻ്റെ ഗുരുവായിട്ട് ഞാൻ എപ്പോഴും മനസ്സിൽ കരുതുന്ന ആളാണ്. പേര് പറയാവോ? ദേവദാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ദേവദാസ് അല്ലേ? നോക്ക്, ഇന്നത്തെ ദിവസം സാർ ഇവിടെ വരണം എന്നുള്ളത് ഭയങ്കര റാൻഡംലി വന്നതാണ് അല്ലേ? ഒരു നിമിത്തം എന്നൊക്കെ പറയുന്ന പോലെ. ദേവദാസ് എന്നുള്ള ആളെ വിചാരിക്കും എന്നുള്ളതും ഇവിടെ ഇരിക്കുന്ന ആർക്കും അറിയാനോ അല്ലെങ്കിൽ എനിക്കും അറിയാനോ ഒരു സാധ്യതയില്ലാത്തൊരു കാര്യമാണ് അല്ലേ? സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. യു ക്യാൻ ഗോ ബാക്ക്. സാറിന് ബാക്കി ഷോ അവിടെ ഇരുന്നിട്ട് കാണാം. താങ്ക് യു. യെസ് പ്ലീസ്. ആൾക്ക് നോക്ക്, ഇപ്പോൾ മാം കംപ്ലീറ്റ് ചെയ്ത് മിക്സ് ചെയ്തു അല്ലേ? നമ്മൾ ഇൻറ്റ്യൂഷൻസിനെ ബേസ് ചെയ്തിട്ട് ഒരു കാര്യം ട്രൈ ചെയ്യാനായിട്ട് പോവാണ്. മാം 4 ഇതിനകത്തുണ്ട്. മാമിന് മനസ്സിനകത്ത് പെട്ടെന്ന് തോന്നുകയാണ് ഇതിൽ സേഫാണ്, ആ പിന്നിട്ടതല്ല എന്ന് തോന്നുന്ന ഒരെണ്ണം എടുക്കാവോ? മാമിൻ്റെ തോന്നലാണ്, മാമിൻ്റെ ഇൻറ്റ്യൂഷനാണ്, മാമിൻ്റെ ഡിസിഷനാണ്. ഏതാണോ തോന്നുന്നത് അത് ഒന്ന് എടുക്കാനായിട്ട് പോവാണ്. ഓക്കെ അല്ലേ? സേഫാണ്, കുഴപ്പമില്ലാന്ന് തോന്നുന്ന ഒരെണ്ണം പ്ലീസ്. അതാണ് തോന്നിയത്. ഓക്കെ, മാമിൻ്റെ പേരെന്തായിരുന്നു? സുചിനി. മാം,
at any point, if you are having any confusion or doubt, like you want to change, you can do that. Okay? അതും കൂടെ മനസ്സിലാക്കി വെച്ചോളൂ. എപ്പോഴെങ്കിലും അങ്ങനെ തോന്നുകയാണ് മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റാം. ഓൾറൈറ്റ്? യു ഷുവർ അബൌട്ട് ദിസ്? സേഫ് ആണെന്ന്? ഓൾറൈറ്റ്. അടിക്കുന്ന പോലെ ഒന്ന് ഹോൾഡ് ചെയ്യാവോ? നമ്മളെങ്ങനെ അടിക്കുന്നത്? ലൈക്ക് അകത്ത് ഇതുപോലെ കൈ ഹോൾഡ് ചെയ്തിട്ട് ലൈക്ക് ദിസ്. ആ ഇത് യു ഗോണ കീപ് റൈറ്റ് ഹിയർ. Look at me. Ma'am, don't break my heart. Okay. Whenever you are ready, അത് ഫയർ ചെയ്യാൻ പോവാണ്. ഉറപ്പല്ല ഇതിനകത്തില്ല എന്നുള്ള കാര്യം. അങ്ങനെ തോന്നുന്നില്ലേ? Whenever you are ready, you can fire. Up to you. നല്ല ഫോഴ്സ് കൊടുക്കണം. കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ഫോഴ്സ് കൊടുക്കണം. നല്ല വരത്തുള്ളൂ. ഇല്ലല്ലോ അല്ലേ മാം? കണ്ണി ചോരുള്ളൊരു മനുഷ്യനത് ചെയ്യത്തില്ല. ഒരാളുടെ നെഞ്ചിൽ സ്റ്റേപ്പിൾ വെച്ചിട്ട് സ്റ്റേപ്പിൾ അടിക്കാന്ന് പറയുന്നത് ആരെങ്കിലും ഇല്ലല്ല. ഞാൻ ചുമ്മാ പറഞ്ഞ ജസ്റ്റ് കിഡിങ്. മാം ഒരെണ്ണം എനിക്കറിയാം ശിക്കാരി ശംഭുവിൻ്റെ അവസ്ഥയാണ് ഇല്ലേ? ഒരു എന്തോ പൊട്ട ഭാഗ്യത്തിന് നമുക്കത് കിട്ടി. ബാക്കി 3 എണ്ണം ഉണ്ട്. അടുത്ത ഏതാ എടുക്കാൻ പോകുന്നത്? എടുത്തോളൂ. ഓക്കെ, ഇത്തിരി ആൾക്കാർ നോക്കി നിൽക്കുന്നൊരു പ്രഷറൊക്കെ ഉണ്ടല്ലേ? ലാസ്റ്റ് ടൈം എവിടെയായിരുന്നു? ഇത്തവണ നമുക്ക് കുറച്ചുകൂടി ഡയറക്റ്റ് ആക്കാം. പ്ലീസ് മാം, നമുക്ക് എനിക്കിത് കഴിഞ്ഞിട്ടുണ്ടല്ലോ. 1-2 ഷോസ് ഇവിടെ അടുത്തടുത്ത് വരുന്നുണ്ട്. ക്യാൻ വി ട്രൈ ഹിയർ? മച്ച് ബെറ്റർ അല്ലേ? പ്ലീസ്. ഇല്ല, വിച്ച് ഈസ് സേഫ്. താങ്ക് യു. വൺ ലാസ്റ്റ് ടൈം ഒറ്റ ഡിസിഷൻ കൂടി എടുത്താൽ മതി. ഫൈനൽ വൺ ഏതാണോ തോന്നുന്നത് അതെടുക്കാം. ലാസ്റ്റ് ടൈം പോലല്ല, കുറച്ചുകൂടി സീരിയസ് ആണ് ദിസ് ടൈം. ആർ യു ഷുവർ മാം? ഇഫ് യു നോട്ട് ഷുവർ യു ക്യാൻ ചേഞ്ച്. എന്താ വേണ്ടേ? ഷുവർ അബൌട്ട് ദിസ്? ഓക്കെ, പെർഫെക്റ്റ്. ഒരു സ്റ്റേജിൽ മരിച്ചു വീഴണമെന്നാണ് ഏതൊരു ആർട്ടിസ്റ്റിൻ്റെ ആഗ്രഹം. പക്ഷെ അത് ഇവിടെ ആവരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. Yes, ma'am. Whenever you are ready, you can fire it. ഇല്ല, ചത്തിട്ടില്ല. സേഫാണ്. ഇതിനകത്തില്ല. ചുമ്മാ വെറുതെ ആക്ടിങ്. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു. ദാറ്റ് മീൻസ് അത് ഓഡിയൻസിന് മേ ബി അവിടെ നിന്ന് കാണാൻ പറ്റുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഷൂട്ട് റൈറ്റ് ഹിയർ. ഇറ്റ് ഈസ് റൈറ്റ് ദേർ ആൻഡ് ദ പിൻ ഈസ് റൈറ്റ് ഹിയർ. താങ്ക് യു സോ മച്ച് മാം. കൊല്ലാതെ വിട്ടതിന് നന്ദിയുണ്ട്. തിരിച്ചു പോകുന്ന സമയത്ത് എല്ലാ ആൾക്കാരും നല്ലൊരു കൈയോടുകൂടി ഒന്നുകൂടി. യെസ്, നമ്മൾ ഷോ തുടങ്ങിയതിന് ശേഷം ആക്ച്വലി നമുക്ക് കിട്ടിയ ടൈം വളരെ കുറവായിരുന്നതുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ട്രൈ ചെയ്തത്. എനിവേ, ഇന്ന് ഇവിടുന്ന് പോകുന്നതിന് മുന്നേ ആയിട്ട് ചില ആൾക്കാർക്കെങ്കിലും കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള മൊമെൻറ്റ്സ് കൊടുത്തിട്ട് പോകണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നമ്മൾ ഈ ഒരു ഷോ സ്റ്റാർട്ട് ചെയ്തത്. ഓർമ്മയുണ്ടോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ? നമ്മളൊരു ടൈമിൽ സ്റ്റാർട്ട് ചെയ്തു, 2 ആൾക്കാർ തമ്മിൽ കണക്ട് ചെയ്യിച്ചു, ലോട്ടറി, റിമെമ്പർ. ദെൻ അതിനുശേഷം നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ലൈക്ക് 5, 7, 3, 1. അത് ബട്ട് രേഷ്മ അവിടെ നമ്മൾ ചതിച്ചില്ലേ? കുഴപ്പമില്ല. ബട്ട് അർച്ചന എന്നാരാ പറഞ്ഞേ? സംബഡി സെഡ് അർച്ചന അല്ലേ? ഔട്ട് ഓഫ് നോ വെയർ വന്നൊരു പേരാണ് അർച്ചന. ഓൾസോ ദേവദാസ് അല്ലേ? ഞാൻ ഈ കഥയൊക്കെ പറയുന്ന സമയത്ത് ഈ കുഞ്ഞിനെ കുറിച്ചും ഒരു കുഞ്ഞ് മരിച്ചതായൊക്കെ പറഞ്ഞു അല്ലേ? ആരാണ് കൊലയാളി എന്നുള്ള കാര്യം ഇതുവരെ ഞാനത് റിവീൽ ചെയ്തിട്ടില്ലായിരുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തുടക്കത്തിൽ കണ്ടൊരു വീഡിയോ ഉണ്ടല്ലേ? അതിൻ്റെ ബാക്കി ഒന്ന് കണ്ടു നോക്കാം. മേ ബി നമുക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടായിരിക്കും. സോ ആ ഫൈനൽ വീഡിയോ കൂടി ഒന്ന് പ്ലേ ചെയ്യാമോ? I became curious to know the cause. I tried really hard to see the mystery behind, and my sleepless research led me to the discovery which you will get to know. ആരാണ് ആ കുഞ്ഞിനെ കൊന്നത് അല്ലേ? Who killed her? Young girl murdered by അർച്ചന. അവിടെ നിന്ന് ഒരാൾ പറഞ്ഞ പേരാണ് അർച്ചന. യു റിമെമ്പർ? ചില കാര്യങ്ങൾ ചില ആൾക്കാർക്ക് വളരെ സ്പെഷ്യലാണ്. ബിക്കോസ്
You can see in loving memory of Devadas. ഓർക്കുന്നുണ്ടോ ദേവദാസ്? നിങ്ങൾ ഒരാൾ പറഞ്ഞ പേരാണ് ദേവദാസ്. And I believe everything is going to be end well because that's why 1 2 3 4 exactly 1 2 3 4 നിങ്ങൾ ഒരാൾ റാൻഡം ആയിട്ട് പറഞ്ഞ നമ്പേഴ്സ് ആണ് 1 2 3 4 and that's my show, The Eldritch Whisper. Thank you so much guys. Thank you. Hope you Thank enjoyed. you. That was incredible and truly beyond the possible. Thank you for taking us on such a fascinating journey into the human mind. I request you to kindly be on stage. To present a token of appreciation, I invite DG Dr. Tina Antony and First Gentleman Retiring Dr. Antony, accompanied by Conference Chairman Retiring Sebastian Perel, to kindly present the token of appreciation. For the audience, the next lucky dip is 1 gram gold coin. So please remain on seat. You might be the luckiest one to win the 1 gram gold coin sponsored Thank you, by ma'am. Thank you. Shaj Thank you Sridhar. so much, ma'am. Thank you. Thank you. ഹലോ. ഇതിനിടയിൽ നിങ്ങളുടെ മനോഹരമായ ചിരി ഒരു തമാശ നിറഞ്ഞ കാരിക്കേച്ചറായി മാറുന്നു. നമ്മുടെ ഈ പവലിയനിലേക്ക് പ്രവേശിക്കുമ്പോൾ വലതുഭാഗത്തുള്ള സ്റ്റാളിൽ ആർട്ടിസ്റ്റ് ദയാൽ അതിനായി തയ്യാറെടുത്തിരിക്കുകയാണ്. ഈ ഒരു അപൂർവ അവസരം പാഴാക്കാതിരിക്കൂ. ഇപ്പോൾ തന്നെ ആർട്ടിസ്റ്റ് ദയാലിൻ്റെ സ്റ്റാളിലേക്ക് കടന്നു ചെല്ലുക. നിങ്ങളുടെ മനോഹരമായ പുഞ്ചിരി നിറഞ്ഞ കാരിക്കേച്ചർ സ്വന്തമാക്കൂ. Thank you. Now next is lucky dip number 3, 1 gram gold coin sponsored by Rotarian Past Assistant Governor Shaj Sridhar, RTT Trivandrum. Requesting Shaj on stage and lucky dip chairman Shafi Kurumbelil on stage.